ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ പറയണില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മുല്ലപ്പൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇത് എവിടെയാണ് സ്ഥലം. അതെ, നമ്മുടെ ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രുദ്രക്കുട്ടിക്ക് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ വെച്ചിട്ട് ചോറൂണാണ്. അപ്പോൾ ഞങ്ങളവിടെ വന്നിറങ്ങി, രാവിലെ നേരത്തെ പോന്നു. എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് എല്ലാവരും വെക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ വന്നു കഴിഞ്ഞ് പിന്നെ മുല്ലപ്പൂ നിർബന്ധമാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ച് ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മും കുഞ്ഞും കുട്ടിച്ചനും കൂടെ മുന്നേ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പൊതുവേ നല്ല തിരക്കുള്ള ദിവസമാണ് ഗുരുവായൂർ. ഒരു കല്യാണങ്ങളും ചോറൂണൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചോറൂണിൻ്റെ സെക്ഷൻ വേറെയാണല്ലോ, അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ പോയി അങ്ങനെയാണല്ലോ, കുറച്ചധികം നടക്കാനുണ്ടല്ലോ. നമുക്ക് വേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നടന്നിട്ട് നമ്മളിതാ ഇവിടെ ചോറൂണിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കുറേ കുഞ്ഞുവാവകൾക്ക് ഇതുപോലെ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാഗും ഫോണൊക്കെ നമ്മൾ വേറെ സ്ഥലത്ത് കൊടുത്ത് ഏൽപ്പിക്കണമല്ലോ. അവിടെ അതൊന്നും അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയൻ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിയന്ത്രണം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് അതിൻ്റെ ഫോട്ടോസ് മാത്രം നമുക്കിവിടെ ഇടാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മൂനും കുഞ്ഞൂനും ഗുരുവായൂർ കേശവൻ ഒന്ന് കാണണം പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ അമ്മൂൻ്റെ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് വന്നപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് അമ്മൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് എന്തോ കാരണവശാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് ആ ആഗ്രഹം കൊണ്ട് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇവിടെ വന്നിട്ട് ഫോട്ടോസ്, ഭയങ്കര തിരക്കാവുക കാരണം കൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇവിടെ വാ ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും നേരം അവരെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ അവർ ഉഷാറായിട്ടോ. പിന്നെ അവർക്ക് ഒരു ഫ്രീഡം കിട്ടിയ പോലെ. പിന്നെ അവിടെ കുറേ നേരം രുദ്രകുട്ടി അവർ കൂടി അവിടെ ഇരിക്കലും കളിക്കലും, രുദ്രകുട്ടി ഫുള്ള് ഹാപ്പിയായി മാമണ്ണിലൊക്കെ കഴിഞ്ഞപ്പോൾ. അങ്ങനെ അവരവിടെ കുറേ നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഭയങ്കര വിശപ്പ്. അപ്പോൾ നേരെ പോയി മസാല ദോശ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ മസാല ദോശ വാങ്ങിച്ചു, അവർ രണ്ടുപേരും പൊറോട്ട മതി പറഞ്ഞിട്ട് അവരങ്ങനെ പൊറോട്ട കഴിച്ചത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആനക്കോട്ടയിലേക്കാണ് കേട്ടോ. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ആനക്കോട്ട കയറി. നല്ല അടിപൊളി ഗജവീരന്മാരെയൊക്കെ കണ്ടു. അങ്ങനെ ആനേനെ കാണാൻ ധൈര്യപ്പെട്ട് പോയെങ്കിലും അമ്മനും കുഞ്ഞിനും ആന ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവർ നന്നായിട്ട് വീട്ടിൽ തന്നെ നിന്നിട്ട് ആനേനെ കണ്ടപ്പോൾ. പിന്നെ ഒരുപാട് മതപ്പാട് ഇളകിയ ആനകളേനൊക്കെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നിട്ട് കുറേ നേരം അങ്ങനെ ആനകളെയൊക്കെ കണ്ടു. പിന്നെ രുദ്രകുട്ടിക്ക് വിശക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അവൾക്ക് അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഒരു നല്ല വലിയൊരു ആലുണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നു. ഇതെന്താണെന്ന് മനസ്സിലായ ഗൈസ്, ഇത് ഈ മെരുക്കാത്ത ആനകളേനൊക്കെ മെരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം വലിയൊരു കൂടാണ് കേട്ടോ അത്. അപ്പോൾ ഈ മെരുങ്ങാത്ത ആനകളെ മെരുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വലിയ ആല്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രുദ്രകുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. ആ നേരം അമ്മു കുഞ്ഞും പിന്നെ അവിടെ കയറി, അതിൻ്റെ ഉള്ളിൽ കയറി ആ ആലുമ ആയി. പിന്നെ അവരുടെ അഭ്യാസം ഫുള്ള് അങ്ങനെ കുറേ നേരം അവരവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ ആനക്കോട്ടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർക്ക് ചാവക്കാട് ബീച്ച് പോകണമെന്നായി കേട്ടോ. അപ്പോൾ അവിടെ മറൈൻ വേൾഡൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പോയി കണ്ടത് തന്നെയാണ് ഒരു തവണ. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ എന്നാൽ ശരി നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അനിയൻ കൊണ്ടുവന്നു കേട്ടോ ഞങ്ങളതിനെ ഇവിടേക്ക്. അപ്പോൾ അവർക്ക് അവരുടെ കളിക്ക് നിൽക്കുന്ന ഒരാളാണ് അനിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനും അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സാധിപ്പിച്ച് തരുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവർ വിട്ടില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പിന്നെ ബീച്ചിലെത്തിയപ്പോൾ പിന്നെ അവർക്ക് ബോട്ടിങ്ങിൽ പോകണമെന്നായി. അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫോട്ടോ ആയിരുന്നു, ഒരു കോപ്പിക്ക് 100 രൂപ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും മക്കളും മാത്രമായിട്ടൊരു ഫോട്ടോ എടുത്തു. പിന്നെ രുദ്രകുട്ടർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അവർ വാട്സപ്പിൽ നമുക്ക് ആ ഫോട്ടോസൊക്കെ അയച്ചു തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ രുദ്രകുട്ടീനെ ചെറുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവൾക്ക് ചുറ്റും കൂടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അവളൊന്ന് ചിരിച്ച് കിട്ടണ്ടേ.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ്, രുദ്രക്കുട്ടർ ഫോട്ടോസ്. എല്ലാ ഫോട്ടോസും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ബോട്ടിങ്ങിന് പോകാനുള്ള ടൈമായി. അപ്പോൾ പിന്നെ അതിൻ്റെ ആൾക്കാർ വന്നപ്പോൾ കുഞ്ഞുവാവുള്ള കാരണം കൊണ്ട് അവരേനെ ചെറിയ കുട്ടികളെ ബോട്ടിൽ കയറ്റില്ലല്ലോ, അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല. അതായത് അനിയൻ്റെ വൈഫിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് അങ്ങനെ ബോട്ടിൽ കയറിയിട്ടോ. രാവിലെ ഫുള്ളായിട്ട് ചാള കയറി. ഞങ്ങളെ അവിടെ നോക്കിയാ വറ്റിയാണ് നോക്കിയേ കണ്ടാ, അതൊക്കെ ചാളൊക്കെ അടിച്ചിരുന്നു. ഇവിടെ അടിക്കണതല്ലേ മൊത്തം ചാള കയറും. സ്രാങ്ക് കണ്ട സ്രാങ്ക് ഓവറാക്കണ്ട. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഒരു ഭയങ്കര രസമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ബോട്ടിലൊക്കെ കയറിയിട്ട് ഇറങ്ങി. അക്കറു ഫുൾ എൻജോയ്. അമ്മൂട്ടിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ, പക്ഷെ അക്കറുവിന് തീരെ പേടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബോട്ടിൻ്റെ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് നല്ല ധൈര്യമാണല്ലോ, അവള് പുലിയാണല്ലോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര പൊലിവിലായിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് മീൻ അവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു. അപ്പോഴേക്കും ഏകദേശം സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർ അത്രയും നേരം അവിടെ വെള്ളത്തിലൊക്കെ നന്നായിട്ട് കുത്തി മറിഞ്ഞു. വെള്ളത്തിൽ കളിക്കലും അതുപോലെ എല്ലാം കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർ രുദ്രക്കുട്ടീനെ ഞങ്ങൾ വേഗം ഇതിൽ ഇരുത്തി കേട്ടോ. രുദ്രക്കുട്ടിക്ക് അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ നല്ല വിശപ്പുള്ള കാരണം കൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി വന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.